തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് നായെ അടിച്ചുകൊന്ന കേസിൽ പ്രതികളെ പോലീസ് പിടികൂടി. പോത്തൻകോട് പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തത്. പന്തലക്കോട് സ്വദേശികളായ താരിഫ്, യാസീൻ എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ നൽകുന്നു. പ്രജിത്, ഈ നായെ തല്ലിക്കൊന്ന ഈ വീഡിയോ പുറത്തു വരുന്ന ഘട്ടം മുതൽ തന്നെ ഇതിൽ വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ രണ്ട് പേരെയും പോലീസ് പിടികൂടിയെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പോലീസ് സ്റ്റേഷനകത്ത് അവർ നിൽക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പന്തലക്കോട് സ്വദേശികളായിട്ടുള്ള താരിഫ്, യാസിൻ എന്നീ രണ്ട് യുവാക്കളാണ് ഈ കാട്ടായിക്കോണത്ത് നായെ തല്ലിക്കൊന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ യാസിൻ പിടിയിലായിരുന്നു, പിന്നീടാണ് താരിഫ് പിടിയിലാക്കുന്നത്. എന്തായാലും ഈ രണ്ട് പ്രതികളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കാട്ടായിക്കോണത്ത് ഈ ഇവർ കൊന്ന വളർത്തു നായയുടെ മൃതശരീരം പുറത്തെടുക്കാനുള്ള നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇതൊരു ഒരു രീതിയിലേക്കുള്ള ഒരു കേസായി വളർന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും അതിനാണ് ഇപ്പോൾ കാട്ടായിക്കോണത്ത് പോലീസ് ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രതികൾ ഇത്തരമൊരു കൃത്യം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഈ അന്വേഷണത്തിനൊടുവിലാണ് വ്യക്തത വരിക. ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചും സംസ്ഥാന ഇന്റലിജൻസ് അടക്കം വിവരശേഖരണം നടത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ വളരെ ഗൗരവകരമായി തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത്തരം ഒരു വിവരശേഖരണത്തിന് പിന്നിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ അത്ര ഒരു സജീവമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ലോക്കൽ പോലീസ് ഇപ്പോഴും ഇതൊരു രണ്ട് യുവാക്കളുടെ ഒരു കൃത്യമായി അല്ലെങ്കിൽ അവരുടെ ഒരു ക്രൂരതയായി കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള മാനങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നാട്ടുകാരിൽ ചിലർ വലിയ ദുരൂഹത ഈ വിഷയത്തിൽ ആരോപിച്ചിട്ടുണ്ട്. അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ ആസൂത്രിതം എന്ന രീതിയിൽ തന്നെ അവിടെ ആളുകൾ ആരുമില്ല എന്ന രീതിയിൽ ഉറപ്പുവരുത്തിയതിനു ശേഷം ഒറ്റയടിക്ക് നായെ ഇരുമ്പോടി വെച്ച് അടിച്ചു കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പ്രതികൾ വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സ്ഥലം വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ആസൂത്രിതമായ രീതി അതിൽ കാണുന്നുണ്ട്. പ്രതികൾ കരുതിക്കൂട്ടി ഉറപ്പിച്ചെത്തി കൃത്യം ചെയ്തതാണ് എന്നുള്ളതാണ് നാട്ടുകാർ കരുതുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ തലസ്ഥാനത്തുമൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ചില തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് നായെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ 2 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു.